ഗ്രോ ഗ്രീൻസിലേക്ക് നമസ്കാരവും സ്വാഗതവും. അതിനാൽ ഈ വീഡിയോയിൽ ഞങ്ങൾ മല്ലിയിലയ്ക്ക് വിത്ത് വളർത്തും, തുടർന്ന് ഉലുവയ്ക്ക് വിത്ത് വിതയ്ക്കും. അടുത്തതായി ഞങ്ങൾ ശീതകാല ഇലക്കറികളിലൊന്നായ ചീരയ്ക്ക് വിത്ത് വിതയ്ക്കും. അവസാനം ഞങ്ങൾ റാഡിഷ് വിത്തുകൾ എടുക്കുന്നു. അതിനാൽ നമുക്ക് ആരംഭിക്കാം. അടുത്തതായി ഞങ്ങൾ ചീര എടുക്കുന്നു. വളരാൻ വളരെ എളുപ്പമായതിനാൽ ഇവയും ഞങ്ങൾ മുക്കിവെക്കില്ല. നിങ്ങൾക്ക് അവ കുതിർക്കാൻ കഴിയും, എന്നാൽ കുതിർക്കുമ്പോൾ ശ്രദ്ധിക്കാതെ സൂക്ഷിക്കരുത്. അതുപോലെ ഞങ്ങൾ എല്ലാ വിത്തുകളും ഈ വരികളിൽ ഇടുന്നു. ശരിയായ വിടവുകളും പരിപാലിക്കുക. അവ വിതച്ചതിനു ശേഷം ഞങ്ങൾ ഇളം മണ്ണ് മിശ്രിതം ഉപയോഗിച്ച് ഇവയെല്ലാം മൂടും. ശേഷിക്കുന്ന വിത്തുകൾ വളർത്താൻ ഞങ്ങൾക്ക് മറ്റ് സ്ഥലമില്ലാത്തതിനാൽ ഞങ്ങൾ ബാക്കിയുള്ള വിത്തുകളും വിതറി. മണ്ണ് മിശ്രിതം ഉപയോഗിച്ച് ഞങ്ങൾ ഇത് ടാപ്പു ചെയ്യുന്നു. എല്ലാ വിത്തുകളും ശരിയായി മൂടിയിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കുന്നു. ഇത് വിത്തുകളെ പക്ഷി ആക്രമണത്തിൽ നിന്ന് തടയുകയും ചെയ്യും. അവസാനം ഞങ്ങൾ റാഡിഷ് വിത്തുകൾ എടുക്കുന്നു. അത് വെളുത്ത റാഡിഷാണ്. ഇവയും ഞങ്ങൾ നനച്ചു കുളിച്ചു, കാരണം ഇവയ്ക്ക് സമാനമായ വളരെ ഹാർഡി പുറം കവറുകൾ ഉണ്ട്. അതിനാൽ റാഡിഷ് വിത്തുകൾ കുറഞ്ഞത് 1 ഇഞ്ച് വിടവിലും അവയും ശരിയായി സ്ഥാപിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. മണ്ണിൽ കുറഞ്ഞത് 1/2 ഇഞ്ച് ആഴത്തിലായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ദ്വാരങ്ങളിൽ വിത്തുകൾ ഇടുകയാണ്. ഓരോ ദ്വാരത്തിലും കുറഞ്ഞത് 2 മുതൽ 3 വരെ വിത്തുകളെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്നു. അങ്ങനെ ചെടികൾ പുറത്തു വരും. തുടർന്ന് ഞങ്ങൾ ആരോഗ്യകരമായ ഒന്ന് തിരഞ്ഞെടുത്ത് മറ്റുള്ളവ ഉപേക്ഷിക്കും. എല്ലാ വിത്തുകളുടെയും 100% പ്രജനന നിരക്ക് എല്ലായ്പ്പോഴും അതിനാലാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. ഞങ്ങൾ 1 ഇഞ്ച് വിടവെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ട്. റാഡിഷ് വേണ്ടി ഞങ്ങൾ ഒരു ആഴത്തിലുള്ള കണ്ടെയ്നർ എടുത്തു. റാഡിഷിന് നീളമുള്ളതിനാൽ ഈ ഗ്രോ ബാഗിന് അല്പം ആഴമുണ്ട്. അവസാനം ഞങ്ങൾ കിടക്കകളിലുടനീളം വെള്ളം തളിക്കുന്നു. മണ്ണിൽ വെള്ളം ഒഴിക്കുമ്പോൾ സീറ്റുകൾ പുറത്തേക്ക് വരുന്നില്ലെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം ഞങ്ങൾ അവ ഓരോന്നും പോളി കവർ കൊണ്ട് മൂടിയിരിക്കുന്നു. ഇത് ചൂട് നൽകുകയും ഈർപ്പം നിലനിർത്തുകയും വിത്തുകൾ വേഗത്തിൽ വളരുകയും ചെയ്യും.